നമ്മൾ ആലോചിച്ച് ഞാനൊരു കഥയും കൂടെ പറയാം. എൻ്റെ സ്വന്തം ജീവിതമായി ഞാൻ 17 വയസ്സുള്ള കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കത്തോലിക്കരുടെ ഒരു സംഘടനയുണ്ട്, വിദ്യാർത്ഥികളുടെ. ആ സംഘടനയിൽ അംഗമായിരുന്നു എൻ്റെ ഒരു ആക്റ്റീവ്. അപ്പോൾ അവരുടെ ഇതനുസരിച്ച് അവർ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ആണ് പ്രവർത്തിച്ചിരുന്നത്. ലീഡർഷിപ്പ് ക്യാമ്പ്, പ്രസംഗിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പരിശീലനം നൽകും. മറുവശത്ത് വർക്ക് ക്യാമ്പുകൾ, ഓരോ നാട്ടിൽ അത്യാവശ്യമായിട്ട് റോഡ് പണിയുക, കിണർ കുഴിക്കുക, വീട് മേഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ സംഘടനയിലെ അംഗങ്ങളെ ക്ഷണിച്ച് ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ഈ ഒളവയ്പ്പ് എന്ന് പറയുന്ന എൻ്റെ തൊട്ടടുത്ത ഐലൻഡ്, അത് ഇതുപോലെ തന്നെ ഒരു ഐലൻഡായിരുന്നു, ഇവിടെ റോഡും ഒന്നുമില്ലായിരുന്നു. അപ്പം അങ്ങോട്ടൊരു റോഡ് വരണമെന്നുള്ള ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഞാനും ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ ഒരു റോഡ് വഴി കണ്ടുപിടിച്ച് അതിനുള്ള ആളുകളോട് സംസാരിച്ച് അവർ സ്ഥലം തരാൻ. അപ്പോൾ സ്ഥലം കൂടുതലും എൻ്റെ കുടുംബത്തിൻ്റെ ആയിരുന്നു, അതുകൊണ്ട് അല്പം എളുപ്പമുണ്ടായി. ഈ വഴിയൊക്കെ ശരിയാക്കി. പിന്നെ ഇനിയിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യണം. ആ സമയത്ത് ഞാൻ ആലുവ UC കോളേജിൽ ഹോസ്റ്റലിൽ, അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ ഒരു എഴുത്ത് വന്നു, പുതിയ റോഡ് പണിയാനതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് ഒരു മീറ്റിങ്. അപ്പോൾ അതിനൊരു തൊഴിൽ ദാനം ചെയ്തവരെയും ഭൂമി ദാനം ചെയ്തവരെയും വിളിക്കണം എന്നുള്ളതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഭൂമി ദാനം ചെയ്തവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, തൊഴിൽ ദാനം ചെയ്തവരെ വിളിച്ചിട്ടില്ല. തൊഴിൽ ദാനം ചെയ്തവർ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാ പുറത്ത് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമാവുമല്ലോ. അപ്പം ഞാനൊരു കാര്യം ഓർത്തു. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സപ്പോർട്ട് ചോദിച്ച് ഓരോരുത്തരെടുക്കെ ചെന്നപ്പോഴന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ നേതാവ് NP തണ്ടാർ എന്ന് പറയുന്നത് മരിച്ചുപോയി. NP തണ്ടാർ എന്നോട് പറഞ്ഞു, റോഡ് പണിക്കൊക്കെ ഞങ്ങളുടെ ആൾക്കാരൊക്കെ വരാം, അതൊക്കെ ചെയ്യും, പക്ഷേ ഈ റോഡ് പണി കൊണ്ടൊന്നും ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഗുണം ഉണ്ടാകാൻ പോകുന്നത് മൈക്കിളിനെ പോലെ കാറും ഒക്കെ ഉള്ള കുടുംബക്കാർക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? റോഡ് വരുന്ന എല്ലാവർക്കും ഉപകാരമല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാനതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, അത് കുറച്ച് കഴിയുമ്പോൾ മൈക്കിളിന് മനസ്സിലായിക്കോളും. അത് നിങ്ങൾ ഇവർ റോഡ് പണിത് എന്താ ചെയ്തെന്നറിയോ, എന്നെ ഈ മീറ്റിങ്ങിൽ നിന്നും അവർക്ക് പുറത്താക്കണം. പക്ഷെ പുറത്താക്കാൻ പറ്റില്ല നേരിട്ട്. അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, തൊഴിൽ തന്നവർക്കും അവരെ കൂടെ വിളിക്കണം. അവർ സമ്മതിക്കില്ല. അവർ സമ്മതിക്കാതിരുന്നപ്പോൾ ഞാൻ ചെറുപ്പമാണ്, ചെറുപ്പത്തിൻ്റെ ചൂടിൽ ഞാൻ പറഞ്ഞു ഞാൻ വാക്കൗട്ട് ചെയ്യണം. അവർക്കതായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ വാക്കൗട്ട് ചെയ്തപ്പോൾ അവർ യുണാനിമസായിട്ട് അന്ന് ഈ ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അതനുസരിച്ച് ഈ ബെനഫിഷ്യറീസ് വേണം കൺവീനറെ തിരഞ്ഞെടുക്കാൻ. ഈ കൺവീനർ കോൺട്രാക്ടറാകാൻ പാടില്ല. പക്ഷേ ആ നാട്ടിലുള്ള ഏക PWD കോൺട്രാക്ടറെ അവർ കൺവീനറാക്കി റോഡ് പണിതത് ഒരു അമ്പലം വരെയാണ് ഞങ്ങളുടെ റോഡ് പണിത് വെച്ച്. അവിടെ നിന്ന് കായലിൻ്റെ അരികു വരെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്തു. അതെന്തിനാ ഈ കായലിൻ്റെ അരികു വരെ എക്സ്റ്റെൻഡ് ചെയ്തത് എന്നാലോചിച്ചപ്പോഴാണ് പിടികിട്ടിയത്. കായലിൻ്റെ അരികിലൊരു വലിയ പാടശേഖരമുണ്ട്. ആ പാടശേഖരം AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ ഉച്ചഭൂമി സമരത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ കൈവശപ്പെടുത്തിയിരുന്നു. അവർ ചെങ്കൊടി നാട്ടിയിരുന്നു അവിടെ. അങ്ങോട്ട് ആ ഭൂമി ഒരു വലിയ മുതലാളിയുടെ ഭൂമിയാണ്, പക്ഷേ ഇത് നാട്ടിലെ ഇടത്തരക്കാരായിട്ടുള്ള ആൾക്കാരാണിത് പാട്ടത്തിന് എടുത്തിരിക്കുന്നത്. അവർക്ക് അങ്ങോട്ട് അടുക്കാൻ മേല. അവരങ്ങോട്ട് അടുത്താൽ പോലീസുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പോലീസ് വള്ളത്തെ വരണം. പോലീസ് വള്ളത്തെ വരുന്നത് ഇവർക്ക് കാണാം. അപ്പോഴത്തേക്ക് ഇവർ അല്പനേരം മാറി നിൽക്കും.
തിരികെ വന്നു. പിന്നെ അവർ ഈ റോഡും വന്ന് ലോറിയും വന്ന് ആദ്യമായിട്ട് അവരാൽ റോഡ് ഉപയോഗിച്ചത് CRPയെ കൊണ്ടുവന്ന് അവിടുത്തെ തൊഴിലാളികളെ അടിച്ച് എല്ലൊടിച്ച് അവരവിടെ നിന്ന് പുറത്താക്കി. അപ്പോൾ പിന്നെ ഇത് അന്ന് അങ്ങനെ സംഭവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിവിടെ താമസിക്കാൻ വന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വന്ന ഒരു പെൺകുട്ടി അവരുടെ വേറെ നാട്ടിൽ നിന്ന് വന്ന അവരുടെ ഉപ്പാപ്പൻ മരിച്ചു. പിന്നെ ഇപ്പം വീട്ടിൽ പോകാനായിട്ട് ഞാനും സോഫിയും കൂടെ ഇവിടെ നിന്ന് പോയി. അവിടെ ചെന്നപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് CRPയുടെ വീടാണോ CRPയുടെ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ CRP? അന്ന് CRP അടിച്ച് എല്ലൊടിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അയാൾ എണീറ്റ് നടക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ നാടിന് ചെയ്ത സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലമാണ് ഞാനിത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. P. ഗോവിന്ദപിള്ള എന്നോട് ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊരു ചെറിയ പാംഫ്ലെറ്റായിട്ട് ഒരു ബുക്കായിട്ട് ചെയ്തു. ഏത് ജേർണൽ, ഏതോ ഒരു മലയാളം ജേർണലിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ആലോചിക്കാത്ത ഇപ്പം ഇവിടെയും പാലം പണിയാനെന്നുള്ള ആഗ്രഹമാണ് ആളുകൾക്ക്. അതിനേക്കാളൊക്കെ എത്ര നല്ലതാണ് നല്ല ഒന്നാം തരം വാട്ടർ വേസ് ഉണ്ടാക്കി ഒരു മോട്ടോർ ബോട്ട് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾ വന്നപ്പോൾ വള്ളത്തെ കയറാനൊക്കെ ബുദ്ധിമുട്ടി കാണും. ഒരു മോട്ടോർ ബോട്ടുണ്ട്, നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങേക്കരെ വരാം. ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ കയറ്റി ഇതിൻ്റെ ഉള്ളിൽ ഒരു നല്ല ഒന്നാം തരം ഒരു വഴി, ഒരു നടപ്പാത, റോഡ്, അതിൽ ഓട്ടോറിക്ഷകളാകാം, കാറുകളെ ആകരുത്, ഓട്ടോറിക്ഷ. ഇപ്പോൾ ഇതാ പെരുമ്പളം അനലൈസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇപ്പോൾ അവർ തന്നിരിക്കുക ഗവൺമെൻറ്. പെരുമ്പളത്ത് വലിയ പാലം ചെന്ന് അവസാനിക്കുന്ന റോഡോ ഇത് ഇത്രയും വീതിയുണ്ട്. അവിടെ ഇന്നെവിറ്റബിളി അവിടെ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാകും. ഇതൊന്നും ആലോചിക്കാതെയുള്ള പ്ലാനിങ്ങും ഇതൊക്കെയാണ് നമ്മുടെ. ഇപ്പം ഇത് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യങ്ങളെ ഹൃദിസ്ഥമാക്കുന്നതിനോടൊപ്പം അതിൻ്റെ പ്രാക്ടിക്കൽ ഉത്തരവാദിത്വം കൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം. അല്ലാതെ ഈ അസാപ്പും മറ്റും മറിച്ചതും ആയിട്ട് ഇപ്പോൾ ആളുകളെ പഠിപ്പിക്കുന്ന എന്തിനാ? കമ്പനികൾക്ക് ഇന്ന ആളുകളെ വേണം, കമ്പനിക്ക് നൂല് നൂൽക്കുന്ന 10,000 പേരെ വേണം. പിന്നെ അദാനിയുടെ കമ്പനിക്കായിരിക്കും വേണ്ടത് എങ്കിൽ 10,000 പേർക്ക് നൂല് നൂപ്പിനുള്ള സൗകര്യം ഇന്ത്യ മുഴുവൻ അവർ അറേഞ്ച് ചെയ്യും. ഇവരെല്ലാം ജീവിതകാലം മുഴുവൻ ഈ നൂല് നൂറ്റുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരമായിട്ട് അവർ കൊണ്ടുവരുന്നത്. ഇതിനെ എതിർക്കാനോ ഇതിനെ ചലഞ്ച് ചെയ്യാനോ ഒന്നും നമ്മുടെ ആൾക്കാരുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞത് അതിന് മൂർച്ച പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പേടിച്ചാണ് ഈ വിവരങ്ങൾ സാധാരണ പറയാന്ന്. ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് OV വിജയൻ 1989 കലാകൗമുദിയിൽ M. ഗോവിന്ദൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ ഇഷ്യൂ ഇറക്കി, സമന്വയത്തിൻ്റെ രക്തസാക്ഷി എന്ന്. അത് ഞാൻ വായിക്കാം. മലയാളിയുടെ ശാപം മിതാക്ഷരത്വമാണ്. നിരക്ഷരനുമല്ല, വലിയ അക്ഷരമുള്ളവനുമല്ല. അടുക്കി വെടിപ്പാക്കിയ ധാരണകൾ, ലളിതങ്ങളായ ചോദ്യങ്ങളും ഉത്തരങ്ങളും, പരിമിതമായ മാനസിക ചക്രവാളങ്ങൾ, പരിപൂർണ നിരക്ഷരത്വത്തിൻ്റെ ജിജ്ഞാസകളെ ഇത് നിഷേധിച്ചു. വ്യാപൃതമായ അറിവിൻ്റെ സ്വാതന്ത്ര്യത്തെയും നിഷേധിച്ചു. ഈ രണ്ട് നിഷേധങ്ങൾക്കും നടുക്ക് കീടനാശിനിയോടുള്ള ഇമ്മ്യൂണിറ്റി സമ്പാദിച്ച കൊതുകിനെ പോലെ നമ്മുടെ ബുദ്ധിജീവികൾ
മൂളി അലഞ്ഞു. ഇതിപ്പം ഒ വി വിജയനേക്കാൾ വലിയൊരു പേര് പറയാൻ നമുക്ക് മലയാളത്തിൽ ചുരുക്കം ആളുകളേ ഉള്ളൂ. ഒ വി വിജയൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ സാറിൻ്റെ ഈ വിലയേറിയ സമയത്തിനും ഇത്തരത്തിലുള്ള ചരിത്രപരമായ അഭിപ്രായങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും നന്ദി പറയുന്നു.